മസ്ഊദ് തങ്ങൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ആദരിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇന്നും മനസ്സിന്റെ ഉള്ളിൽ വലിയ സ്ഥാനത്തോടുകൂടി കാണുന്ന മഹാനാണ് മഹാനായ താജുൽ ഉലമ ഖദ്ദസുല്ലാഹു തആല സുറൂഹുൽ അസീസ്. മഹാനവറുകൾ ഹയാത്ത് കാലത്ത് ഒരുപാട് കാലം ബന്ധപ്പെട്ടവരും അടുത്തവരുമൊക്കെ ഈ സദസ്സിലുണ്ടാകും. അവിടുത്തെ വഫാത്തിന്റെ സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം. അവിടുന്ന് വഫാത്തായതിന്റെ ശേഷം എല്ലാവർക്കും വലിയ സമാധാനവും വലിയ സന്തോഷമായി എല്ലാ വിഷയങ്ങൾക്കും ഈ സദസ്സ് തന്നെ ഒരുപാട് അനുപസ്ഥരെ കൊണ്ട് നിറഞ്ഞ ഒരു സദസ്സ് കൂടിയാണ്. അവിടുത്തെ കറാമത്തോ അല്ലെങ്കിൽ അവിടുത്തെ മഹത്വങ്ങളോ ഇവിടെയുള്ള ഒരാൾക്കും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ആ രൂപത്തിൽ കണ്ണിന്റെ മുമ്പിൽ തന്നെ ഒരുപാട് കറാമത്തുകൾ കണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെയും. അവിടുത്തെ വഫാത്തോടുകൂടി ഉണ്ടായ ആ വലിയ വിടവ് അത് ഒരിക്കലും നികത്താൻ സാധിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാലും നമുക്ക് വലിയ സന്തോഷം, ഒന്ന്, മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ അവറുകള് നമ്മുടെ കർണാടകയിലുള്ള അവിടുന്ന് ദീർഘകാലം ഖിദ്മത്ത് ചെയ്ത ആ മഹത്തായ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ ഇന്ന് അന്തി ഉറങ്ങുന്നു എന്ന വലിയ സന്തോഷം നമുക്കുണ്ട്. അതോടൊപ്പം മറ്റൊരു സന്തോഷം, അവിടുത്തെ മക്കളാകുന്ന 2 മക്കളും നമുക്ക് ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു തആല ഇരുവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നരായ മസ്ഊദ് തങ്ങൾ കഴിഞ്ഞ ഏകദേശം നമുക്കറിയാം, തങ്ങളെ വഫാത്തിന്റെ ശേഷം നമ്മുടെ പരിസരങ്ങളിലുള്ള മിക്ക അനുസ്മരണ പരിപാടികളിലും നേതൃത്വം നൽകിയത് മഹാനായ സയ്യിദ് അവറുകളാണ്. അവിടുത്തെ അനുജൻ ജാമിയ സഅദിയയിൽ പഠിക്കുന്ന മുതഅല്ലിമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മഹാനവറുകൾക്ക് എത്തപ്പെടാൻ പറ്റാത്ത സന്ദർഭത്തിൽ, നിർബന്ധമായ ഘട്ടത്തിൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഓലമുണ്ട് ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹല്ല് മെതു ജുമാഅത്ത് പള്ളിയിൽ അനുസ്മരണം നടന്നപ്പോ അവിടുന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിർബന്ധമായ ഘട്ടം, അതായത് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭത്തിൽ അനുജനെ അയക്കുന്നു എന്നല്ലാതെ ഇൽമു മുടക്കിയിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ. അവിടുന്ന് ഏത് സന്ദർഭങ്ങളിലും, കഴിഞ്ഞ ഉള്ളാളത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ നിങ്ങളൊക്കെ കേട്ടവരാണ്, കണ്ടവരാണ്. അവിടുന്ന് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ആജിക്ക അവിടുന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഒരു 2 മാസം മുമ്പ് സ്വലാത്ത് മജ്ലിസിലേക്ക് വന്യരായ സയ്യിദ് അവറുകൾ വന്നപ്പോ അവിടുന്ന് വലിയ സന്തോഷത്തോടുകൂടി കണ്ട ഒരു കാര്യമാണ് അവിടെയുള്ള മുതഅല്ലിമീങ്ങളെ. കാരണം ഒരു സമയത്ത് മുതഅല്ലിമീങ്ങളൊന്നും ഇല്ലാതെ, ആലിമീങ്ങളൊന്നും ഇല്ലാതെ ആ സയ്യിദ് മദനി തങ്ങളുടെ ഹളറത്ത് കാണുമ്പോൾ തന്നെ ഏതൊരു സാധാരണക്കാരനായ ആൾക്ക് വരെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിങ്ങിപ്പൊട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് അനുഭവിച്ചവരാണ്. ഉള്ളാളത്ത് സിയാറത്തിന് പോയ സമയത്ത് മനസ്സിന് വലിയ ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലാണ് പലരും മടങ്ങി വരുന്നത്. കാരണം ദീർഘകാലം മഹാനായ താജുൽ ഉലമ ഖദ്ദസുല്ലാഹു തആല സുറൂഹുൽ അസീസ് മഹാനവറുകൾ ഉണ്ടാകുന്ന കാലത്ത് എത്രയോ വലിയ വലിയ ആലിമീങ്ങൾ ഇന്ന് നമ്മുടെ പരിസരങ്ങളിലൊക്കെ 40ഉം 50ഉം കൂടുതലും മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കുന്ന മുദരിസന്മാരൊക്കെയും അവിടുന്ന് പഠിച്ചു വന്നവരാണ്. അങ്ങനെയുള്ള ഒരു ദർസ് മുടങ്ങിയത് ദീർഘകാലം മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഷമുണ്ടാക്കിയിരുന്നു. പിന്നീട് ആ മുതഅല്ലിമീങ്ങളൊക്കെ വന്ന് തന്റെ വാപ്പന്റെ കാലം പോലെ ആകുന്നത് കണ്ടപ്പോ അവിടുന്ന് വല്ലാത്ത സന്തോഷത്തോടുകൂടി അവിടുത്തെ കമ്മിറ്റിക്കാരോടും മറ്റുമൊക്കെ പറഞ്ഞു, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ രൂപത്തിൽ മഹാനായ തങ്ങളവറുകള് ഇൽമിനോടും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിനോടും അതുപോലെ ഓരോ മഹല്ലുകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പറയുന്നുണ്ട്.
കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ പോയി ചോദിക്കുമ്പോ ഒക്കെ തങ്ങൾ പറയും, അവിടുന്ന് ചോദിക്കും, എന്താണ് ഹാല്, എങ്ങനെയാണ് മഹല്ല് മുന്നോട്ട് പോകുന്നത്? അൽഹംദുലില്ലാ, തങ്ങളെ നല്ല റാഹത്തിലാണ് പോകുന്നത്, എല്ലാവരും സഹകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അവിടുന്ന് വല്ലാത്ത സന്തോഷിച്ച്, അവിടുത്തെ നമുക്കറിയാം ആ ചിരി വല്ലാത്ത സന്തോഷത്തോട്, ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. മഹല്ലിൽ ഒരിക്കലും കുഴപ്പങ്ങൾ ഉണ്ടാവരുത്, പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പകരം നല്ല റാഹത്തോടു കൂടിയിട്ട് മഹല്ല് സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ, പ്രത്യേകിച്ച് മഖാമും മറ്റുമല്ല ഉള്ള മഹല്ലുകളാണെങ്കിൽ അവിടെ നിർബന്ധമായും ദർസ് പോലെയുള്ള ദീനീ സംരംഭങ്ങളൊക്കെ ഉണ്ടാകണം. പലപ്പോഴും അതുപോലെയുള്ള മഹല്ലുകളിൽ ദർസ് മുടങ്ങുമ്പോ വന്നരായ തങ്ങൾ ഉസ്താദ് അവറുകൾ അവിടുത്തെ കമ്മിറ്റിക്കാരോടും മറ്റുമൊക്കെ ഒരു ചൂടാകുന്ന ഒരവസ്ഥ നാം കാണാറുണ്ട്. ആ രൂപത്തിൽ എല്ലാ വിഷയങ്ങളിലും നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ സാദാത്ത് തങ്ങൾ അവറുകൾ, അല്ലാഹു തആല അവിടുത്തെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മഹാനായ സയ്യിദ് അലവി തങ്ങൾ കിന്യ, ഒരുപാട് കൊല്ലമായി നമുക്കൊക്കെ പരിചയമുണ്ട് മഹാനവറുകളെ. മഹാനായ മഞ്ഞനാടി ഉസ്താദിന്റെയും അതുപോലെ ഷൈഖുന സുരിബേൽ ഉസ്താദിന്റെ അടുത്തൊക്കെ ഓതിപ്പടിച്ച ആളുകൂടിയാണ് മഹാനായ സയ്യിദ് അലവി തങ്ങൾ. ആ ബന്ധം മരിക്കുന്നതുവരെ മഹത്തായ ദാറുൽ അശ്ശരിയ സ്ഥാപനത്തോട് മൂപ്പർ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മരണം നമുക്കറിയാം. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ അനുസ്മരണ പരിപാടിയിൽ വല്ലാത്ത ആവേശത്തോടുകൂടി അവിടുന്ന് പറയുകയുണ്ടായി, ഇത് വേറെ ആരെയും സദസ്സല്ല, ഇത് ഖുറത്തങ്ങളെ സദസ്സാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദിക്ർ ചൊല്ലണം, ഒരുപാട് ഖുർആൻ ഓതണം. പറഞ്ഞതുപോലെ ഖുർആൻ ഓതി 500ഓളം ദിക്ർ ചൊല്ലി എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ചൊല്ലി മഹാനവറുകളുടെ സാധാരണ അങ്ങനെ ചൊല്ലിയിട്ട് ദ്വാരക്കൽ പതിവാണെങ്കിൽ ഖുറത്ത് തങ്ങളെ ഒരുപാട് മഹത്വങ്ങൾ ആ സദസ്സിൽ പറഞ്ഞ് ദ്വാ ചെയ്യുന്നതിന്റെ ഇടയിലോ സംസാരിക്കുന്നതിന്റെ ഇടയിലോ ആണ് മരണം സംഭവിക്കുന്നത്. മഹാനായ ഓലമുണ്ട് ഉസ്താദ് കഴിഞ്ഞ മെതുവിലുള്ള പരിപാടിയിൽ ഓർമ്മിച്ചിട്ട് പറഞ്ഞു, മഹാനായ സയ്യിദ് അലവി തങ്ങളെ ആ മരണം കണ്ടപ്പോ കേട്ടപ്പോ എനിക്ക് മഹാനായ ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ ഓർമ്മയാണ് വന്നത്. മഹാനവറുകളെ സംബന്ധിച്ച് പറയുന്നത്, മരിക്കുന്ന സമയത്ത് 500 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് അവിടുന്ന് മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു ഭാഗ്യം മഹാനായ സയ്യിദ് അലവി തങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന വലിയ സന്തോഷം മഹാനായ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെയും നമ്മൾ ഇതുപോലത്തെ മജ്ലിസിലേക്ക് വരുന്നത് കൊണ്ടും മറ്റുമൊക്കെ ഉദ്ദേശിക്കുന്നത്, നമുക്കും മരിക്കുന്ന സമയത്ത് സ്വാലിഹീങ്ങൾ മരണപ്പെട്ടതുപോലെ കലിമ ചൊല്ലി ദിക്ർ ചൊല്ലി നല്ല ഹാലിലായി ഇതുപോലെയുള്ള നല്ല സ്വാലിഹീങ്ങൾ കൂടുന്ന സ്ഥലത്ത് വെച്ച് നമുക്കും മരിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ഒരു സദസ്സായി നമ്മുടെ സദസ്സിനെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒക്കെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒക്കെ ഈമാൻ അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. അതോടൊപ്പം നേരത്തെ സഖാഫി ഉസ്താദ് ഒരുപാട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളൊക്കെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹായിച്ചിരുന്ന അവരുടെ സഹായിച്ചവരിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുടെ ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മൾ ചൊല്ലുന്നതിന്റെ പറഞ്ഞതിന്റെ ഒക്കെ മിസ്ല് ആ പറഞ്ഞവരുടെ ഒക്കെ ഖബറുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളെ വലിയ സന്തോഷാണ്. നേരത്തെ പറഞ്ഞതുപോലെ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല മഹാനവറുകളെ വലിയ സ്നേഹിക്കുന്ന നമുക്ക് 2 പേരക്കുട്ടികള്, ഒന്ന് മഹാനായ ഖുറത്ത് സാദാത്ത് തങ്ങളെ മകനാണെങ്കിൽ മറ്റൊന്ന് ജമലുല്ലൈൽ തങ്ങള്. ജീവിതത്തിൽ മഹാനായ തങ്ങൾക്ക് വലിയ വലിയ ആദരവും സ്നേഹവുമായിരുന്നു അവിടുത്തെ മരുമക്കളോട്. താജുൽ ഉലമന്റെ വലിയ പ്രത്യേകത അങ്ങനെയാണ്. മരുമക്കളോട് വലിയ സ്നേഹവും ആദരവും ബഹുമാനവും. ഒരു സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട കുമ്പോല് സയ്യിദ് ആറ്റക്കോയ തങ്ങളൊക്കെ താജുൽ ഉലമന് വലിയ ബഹുമാനവും മാത്രമല്ല, വലിയ മഹബത്ത് മാത്രമല്ല, ഭയം കൂടി നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. അവിടുന്ന് ഒരു സമയത്ത് ഒരു സദസ്സിൽ നിന്ന് എന്തോ ഒരു തിരക്കുള്ളത് കൊണ്ട് പോകണം. അങ്ങനെ ആരോ ഒരാൾ പോയി തങ്ങളോട് പറഞ്ഞു, താജുൽ ഉലമനോട്, പിന്നെ കുമ്പോല് ആറ്റക്കോയ തങ്ങൾക്ക് ഇങ്ങനെ തങ്ങൾ ഭയങ്കര ചൂടിലുള്ള സമയം, ആര് താജുൽ ഉലമ വലിയ ചൂടുള്ള ഒരു അർശത്തിലുള്ള സമയത്താണ് മൂപ്പർക്ക് പോകാനുള്ളത്. പക്ഷെ പറയാൻ എന്താന്ന് തങ്ങളുടെ അടുത്ത് പോയിട്ട് പറയാനുള്ളൊരു ഭയം. അപ്പൊ ആരോ പോയിട്ട് പറഞ്ഞല്ല, ഇങ്ങനെ കുമ്പോല് ആറ്റക്കോയ തങ്ങൾക്ക്
ആറ്റക്കോയത്തങ്ങാന്നെല്ലാം കേൾക്കുമ്പോൾ അതെന്റെ പുതിയാപ്പിളടാന്നല്ലാണ്, അതെന്റെ പുതിയ തങ്ങളെ ആ ദേശമെല്ലാം പോയിട്ട് ചിരിച്ചിട്ടുള്ള ഒരു സന്തോഷം, അത് മരുമക്കളോടുള്ള വലിയ സ്നേഹവും ആദരവായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ കുമ്പോൾ സയ്യിദ് ആറ്റക്കോയത്തങ്ങൾ അള്ളാഹു അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ എല്ലാ മഹത്തുക്കൾക്കും ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ സാദാത്യങ്ങൾക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളോട് ഒരു അല്പനേരം ബഹുമാനപ്പെട്ട ത്വാഹ തങ്ങൾ താജുൽ ഉലമ ഉപ്പാപ്പാന്റെ പുള്ളി നമുക്ക് വലിയ സന്തോഷം ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ്